അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും മക്കളും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അമ്മോട് ഒരു യുദ്ധത്തിനും പോരരുത്. അപ്പം നിങ്ങൾ അലീന ചേച്ചി എങ്ങനെ ഒന്നും ചെയ്യാതെ നടക്കണ ക്ഷമയോടുകൂടി നിൽക്കണ ആ ഒരു അടവ് എടുത്താൽ മതി, അമ്മോട് ഒന്നിനും പോരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മുടെ വൈജി ആണെങ്കിൽ ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നും നിങ്ങൾ പുറത്തുനിന്ന് പോയി ഭക്ഷണം വാങ്ങി കൊടുക്കുമോ, ഇത് ആരെ തോൽപ്പിക്കാനാണ്, എന്നെ തോൽപ്പിക്കാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും തോൽപ്പിക്കണില്ല, എൻ്റെ മനസ്സിലില്ലാത്ത ആരെയും ഞാൻ തോൽപ്പിക്കാൻ ഉദ്ദേശിക്കണില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വൈജി ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ പിന്നെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ബാലചന്ദ്രൻ്റെ മനസ്സിലില്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്നോ അവിടെയും ഇവിടെയും അലഞ്ഞ് തിരിഞ്ഞ് വന്ന് ആരുമില്ലാത്ത കയറി വന്ന ആ ഒരു ആത്മാവായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ, അല്ലാതെ നിനക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കയറി പോയിട്ടുണ്ട്. നമ്മുടെ വൈജി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിലും മുഴുവനും മദ്യപിച്ചിട്ട് നമ്മുടെ അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ച ഈ കൊട്ടാരം മുറ്റത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ ഇനി മുതൽ അലീനയല്ല, അവൾ പ്രിൻസസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അവൾ മിടുക്കിയല്ലേ അപ്പച്ച എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറഞ്ഞു, പിന്നല്ലാതെ അത് സംശയം ഉണ്ടോ, അവൾ നല്ല മിടുക്കി കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. 23 വർഷം അവൾ ആരുമില്ലാതെ കഴിഞ്ഞു. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് അപ്പച്ച. എന്തായാലും ഞങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ട്, ലോകം മുഴുവനും ചുറ്റി കാണാൻ പോവുകയാണ്. അതൊക്കെ ചുറ്റി കണ്ടിട്ട് വന്നിട്ട് അവളെ ഞാൻ എൻ്റെ പ്രിൻസസിനെ ഒരു പ്രിൻസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ പറയുന്നത് നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പച്ചനാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ നമ്മുടെ അലീനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാവുള്ള, പപ്പ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്. എന്തായാലും സ്റ്റാൻലി ജോസഫിൻ്റെ മനസ്സ് മുഴുവൻ അലീനയാണ്. അലീന ഇങ്ങനെ 23 വർഷക്കാലം ആരുമില്ലാതെ ജീവിച്ചതിന് നമ്മുടെ സ്റ്റാൻലി ജോസഫിനാണെങ്കിലോ വല്ലാത്ത വിഷമം സഹിക്കാൻ പറ്റാത്തതാണ് അവൻ്റെ അപ്പച്ചനോട് മുഴുവനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.